Jungle. Hi guys, welcome back to Tech Cruise. അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ നിൽക്കുന്നത് ആറ്റിങ്ങിലുള്ള റോയൽ എൻഫീൽഡ് ഷോറൂമിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇവിടെ വന്നേക്ക് എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ പുതിയ ബൈക്കായ മെറ്റിയോർ 350 ഒരു വാക്രം റിവ്യൂ എടുക്കാനാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് അകത്തോട്ട് കയറി അതിൻ്റെ വിശേഷങ്ങളോട്ട് പോകാം. അപ്പോൾ നമ്മളിവിടെ കയറി വരുമ്പോൾ തന്നെ നമ്മൾ കാണുന്നത് സ്റ്റെല്ലാർ എന്ന് പറയുന്ന മോഡലാണ് നമ്മുടെ ഫസ്റ്റ് ഇവിടെ വെച്ചിരിക്കുന്നത്. പിന്നെ അതിൻ്റെ പുറകിലായിട്ട് നമുക്ക് ഫയർബോൾ എന്ന മോഡലും വെച്ചിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ സൂപ്പർനോവ എന്ന് പറയുന്നൊരു മോഡലുണ്ട്. അതിൻ്റെ ടോപ്പിൻ്റെ ഹൈ എൻഡ് വേരിയൻ്റ് ആയിട്ട് സൂപ്പർനോവ ടെസ്റ്റ് റൈഡിനായിട്ട് വണ്ടിയുടെ ഷോറൂമിൻ്റെ വെളിയിലാണ് വെച്ചിരിക്കുന്നത്. അത് നമുക്കിപ്പോൾ ഷോറൂമിൻ്റെ അകത്ത് അവൈലബിൾ അല്ല. ഇപ്പോൾ നമ്മുടെ ഷോറൂമിൻ്റെ അകത്തുള്ളത് ഫയർബോൾ എന്ന മോഡലും സ്റ്റെല്ലാർ എന്ന് പറഞ്ഞ മോഡലും. ഈ ഫയർബോളാണ് ഇതിൻ്റെ ബേസ് വേരിയൻറ്റ്, സ്റ്റെല്ലാർ ഇതിൻ്റെ മിഡ് റേഞ്ച് വേരിയൻറ്റ്, സൂപ്പർനോവ ഹൈ വേരിയൻറ്റ്. അപ്പോൾ നമുക്ക് ഫയർബോളിൽ തന്നെ റിവ്യൂ ചെയ്ത് തുടങ്ങാം. ഇതാണ് നമ്മുടെ ഫയർബോളിൻ്റെ ഒരു സൈഡിലത്തെ ലുക്ക് വരുന്നത്. നല്ല രസമാണ് കാണാനായിട്ട്. ഇപ്പോൾ നമ്മൾ ഫ്രണ്ട് നോക്കുവാണെങ്കിൽ നമുക്കൊരു റൗണ്ട് ക്രോം ഫിനിഷോട് കൂടി ഒരു ഹെഡ്ലൈറ്റ് കാണാൻ പറ്റും. അതിൻ്റെ അകത്ത് ചെറിയൊരു DRL ഉണ്ട്. പിന്നെ ഒരു റോയൽ എൻഫീൽഡ് ചെറിയ ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. പിന്നെ രണ്ട് സൈഡിലായിട്ട് രണ്ട് ഇൻഡിക്കേറ്റേഴ്സും ഉണ്ട്. പിന്നെ അതിൻ്റെ താഴെയായിട്ട് നമ്പർ പ്ലേറ്റും ഒരു പ്ലേസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ അവിടെ നിന്ന് സൈഡിലോട്ട് വരുന്ന സമയത്ത് നമുക്കൊരു 40 mm ഒരു ടെലിസ്കോപ്പി സസ്പെൻഷൻ നമുക്ക് വണ്ടിയിൽ കാണാൻ പറ്റും. പിന്നെ വണ്ടിയുടെ ഫ്രണ്ട് വീൽ സൈസ് എന്ന് പറയുന്നത് 19 ഇഞ്ചാണ് വണ്ടിയുടെ ഫ്രണ്ട് വീൽ സൈസ് വരുന്നത്. അതേപോലെ തന്നെ വണ്ടിയുടെ ഫ്രണ്ട് ഡിസ്ക് സൈസ് എന്ന് പറയുന്നത് 300 mm ആണ് വണ്ടിയുടെ ഫ്രണ്ട് ഡിസ്ക് സൈസ്. അത്യാവശ്യം വലിയ ഡിസ്ക് തന്നെയാണ്, വേറെ കുഴപ്പമൊന്നുമില്ലെന്നാണ് എൻ്റെ വിശ്വാസം. പിന്നെ അവിടെ നിന്ന് സൈഡിലോട്ട് വരുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റുന്നത് റോയൽ എൻഫീൽഡിൻ്റെ ഒരു ബാഡ്ജിങ് കാണാൻ പറ്റും. ആ ടാങ്കിൽ നമുക്ക് റോയൽ എൻഫീൽഡിൻ്റെ ഒരു ബാഡ്ജിങ് കാണാൻ പറ്റും. ഈ ബാഡ്ജിങ് നമ്മൾ വേറെ റോയൽ എൻഫീൽഡിൻ്റെ പല വണ്ടികളും കണ്ടിട്ടുള്ളതാണ് കേട്ടോ. പിന്നെ നമ്മൾ താഴോട്ട് വരുന്ന സമയത്ത് വണ്ടിയുടെ എഞ്ചിൻ എന്ന് പറയുന്നത് 349 cc എയർ കൂൾഡ് സിംഗിൾ സിലിണ്ടർ എഞ്ചിനാണ് വണ്ടിയിൽ വന്നിട്ടുള്ളത്. വണ്ടിയുടെ മാക്സിമം പവർ എന്ന് പറയുന്നത് 20.2 bhp ആയിട്ട് 6100 RPM. മാക്സിമം ടോർക്ക് എന്ന് പറയുന്നത് 27 Nm ആയിട്ട് 4000 RPM ആണ് വണ്ടിയുടെ ടോർക്ക് വരുന്നത്. പിന്നെ അതേപോലെ നമ്മുടെ വണ്ടിയിലെ ഏറെക്കുറെ എല്ലാ ഭാഗങ്ങളും നമുക്ക് പൗഡർ കോട്ടഡാണ്. അത് വണ്ടി ഫുൾ ഒരു മാറ്റ് ബ്ലാക്ക് ഫിനിഷിലാണ് വണ്ടി ഏറെക്കുറെ എല്ലാ ഭാഗങ്ങളും ഉള്ളത്. പിന്നെ നമ്മൾ ബാക്കിലോട്ട് വരുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റുന്നതാണ് ഒരു സസ്പെൻഷൻ കാണാൻ പറ്റും. സസ്പെൻഷൻ ഏകദേശം ക്രോം ഫിനിഷോട് കൂടി വന്ന സസ്പെൻഷനാണ്. ഈ സസ്പെൻഷൻ 6 സ്പീഡ് അഡ്ജസ്റ്റബിൾ പ്രീലോഡ് സസ്പെൻഷനാണ് ബാക്കിൽ വന്നിട്ടുള്ളത്. ഡുവൽ സസ്പെൻഷനാണ്, രണ്ട് സൈഡിലും ഉണ്ട്. പിന്നെ ഒരു സാരി ഗാർഡ് കൊടുത്തിട്ടുണ്ട്, അത്യാവശ്യം വലിയ സാരി ഗാർഡ് തന്നെ ബാക്ക് കൊടുത്തത്. പിന്നെ ഒരു ഫൂട്ട് റെസ്റ്റ് ഉണ്ട്. പിന്നെ നമ്മുടെ അലോയ്സിലായിട്ട് ചെറിയൊരു സ്റ്റിക്കർ വർക്ക് അതിനകത്ത് കൊടുത്തിട്ടുണ്ട് അവർ. പിന്നെ നമ്മൾ അവിടെ നിന്ന് ബാക്കിലോട്ട് വരുന്ന സമയത്ത് നമുക്കൊരു റൗണ്ട് LED ടെയിൽ ലൈറ്റ് കാണാൻ പറ്റും. അതേപോലെ തന്നെ ഹാലജൻ രണ്ട് ഇൻഡിക്കേറ്റേഴ്സും കാണാൻ പറ്റും. ബ്രേക്ക് ലൈറ്റ് അത്യാവശ്യം കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. അതായത് നമ്മുടെ മഡ് ഗാർഡിൻ്റെ മുകളിൽ ബൾജ് ചെയ്ത് നിൽക്കുന്ന ഒരു ഡിസൈനിലാണ് അവർ ബ്രേക്ക് ലൈറ്റ് കൊടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ അതിൻ്റെ റിങ്ങിൽ നമുക്കൊരു ക്രോം ഫിനിഷ് കാണാൻ പറ്റും. പിന്നെ നമ്മൾ ഇൻഡിക്കേറ്റേഴ്സിൻ്റെ താഴെ ആയിട്ടാണ് നമുക്കൊരു നമ്പർ പ്ലേറ്റ് ഹോൾഡർ വരുന്നത്. പിന്നെ നമ്മൾ നോക്കുവാണെങ്കിൽ നമുക്കൊരു ഗ്രാബ് റെയിൽ കാണാൻ പറ്റും. അത്യാവശ്യം വലിയൊരു ഗ്രാബ് റെയിലാണ്, പില്ല് നല്ല പിടിച്ചിരിക്കാൻ പറ്റിയ ഗ്രാബ് റെയിലാണ് ബാക്കി കൊടുത്തിട്ടുള്ളത്. പിന്നെ വണ്ടിയിൽ ഒരു ബേക്ക് റെസ്റ്റ് ഈ ബേസ് മോഡലിന് വരുന്നില്ല. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇപ്പുറ സൈഡിലോട്ട് വരുന്ന സമയത്ത് നമുക്ക് ആ എഞ്ചിൻ ഫുള്ളായിട്ട് വിസിബിളാണ്. നമ്മുടെ സൈലൻസർ, നമ്മുടെ ഹെഡ്, സകല കാര്യങ്ങൾ നമുക്ക് ഇവിടെ വിസിബിളാണ്. അപ്പോൾ അവിടെ നമുക്ക് ഫുള്ള് മാറ്റ് ബ്ലാക്ക് ഫിനിഷ് കാണാൻ പറ്റും. പിന്നെ എഞ്ചിൻ്റെ സൈഡിലായിട്ട് നമുക്ക് റോയൽ എൻഫീൽഡിൻ്റെ ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ നമ്മളെ ഹെഡിലായിട്ട് ചെറിയൊരു ക്രോമിയൻ ടച്ചും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ നോക്കുവാണെങ്കിൽ നമുക്ക് ഒരു മെറ്റീരിയൽ 350 ഒരു ബാഡ്ജിങ് ചെറിയൊരു സ്റ്റിക്കർ വർക്ക് ഇവിടെ ചെയ്തിട്ടുണ്ട് അവർ. പിന്നെ അതേപോലെ തന്നെ നമ്മളെ വണ്ടിയുടെ ഹെഡിൽ വരുന്ന ഒരു ക്രോമിയൻ ടച്ച് വരുന്ന രസമുണ്ട് കേട്ടോ വണ്ടി ഹെഡ് കാണാനായിട്ട്. പിന്നെ അതേപോലെ നമ്മളെ സസ്പെൻഷൻ സൈഡിലായിട്ട് ഒരു റിഫ്ലക്ടർ ഒരു പ്ലേസ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ സീറ്റ് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നൈസ് ഒരു കംഫർട്ടുള്ള സീറ്റാണ്. ഭയങ്കര കംഫർട്ടെന്ന് പറയാൻ പറ്റത്തില്ല, എന്നാലും അത്യാവശ്യം നല്ല കംഫർട്ടുള്ള സീറ്റാണ്. ലോങ് റൈഡൊക്കെ പോകാനും വലിയ സീനൊന്നും കാണത്തില്ല. പിന്നെ നമ്മൾ അതേപോലെ ടാങ്ക് വരുന്ന സമയത്ത് ടാങ്കിൻ്റെ ലിഡ് എന്ന് പറയുന്ന ഒരു ക്രോമി ഫിനിഷോട് ഒരു ലിഡാണ്. പിന്നെ വണ്ടിയുടെ ടാങ്ക് കപ്പാസിറ്റി എന്ന് പറയുന്നത് ഒരു 50 ലിറ്ററാണ് വണ്ടി ടാങ്ക് കപ്പാസിറ്റി വരുന്നത്. പിന്നെ നിങ്ങൾ ഹാൻഡിൽ ബാറിലോട്ട് നോക്കുന്ന സമയത്ത് നമുക്ക് വേറൊരു വണ്ടിയും കാണാൻ പറ്റാത്ത ഹാൻഡിൽ ബാറിലെ സ്വിച്ചസാണ് വണ്ടിയിൽ വന്നിട്ടുള്ളത്. പഴയ റെട്രോ ക്ലാസിക് ലുക്കിലുള്ള സ്വിച്ചസാണ് വണ്ടിയിൽ വന്നിട്ടുള്ളത്. അതായത് നമ്മളിപ്പോൾ ലെഫ്റ്റിലോട്ട് ആക്കുന്ന സമയത്ത് വണ്ടിയിൽ എഞ്ചിൻ ഓൺ ആവും. പിന്നെ ഒന്ന് പുഷ് ചെയ്യുന്ന സമയത്ത് നമുക്ക് സെൽഫായിട്ട് ആ സ്വിച്ച് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ അതേപോലെ നമ്മൾ ഇപ്പോൾ സൈഡിലോട്ട് വരുന്ന സമയത്ത് നമുക്ക് അതേപോലത്തെ സ്വിച്ചിനെ ഇവിടെയും പ്ലേസ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഈ ലെഫ്റ്റിലോട്ട് ആക്കുന്ന സമയത്ത് നമുക്കൊരു ബ്രൈറ്റ് ഓൺ ആവും. പിന്നെ അതേപോലെ റൈറ്റിലോട്ട് പുഷ് ചെയ്യുന്ന സമയത്ത് നമുക്കത് പാസ്സായിട്ട് ഉപയോഗിക്കാം. പിന്നെ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് നമുക്കൊരു ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ കൺട്രോൾ ചെയ്യാനായിട്ട് ചെറിയ സ്വിച്ച് ഒരു പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ നോക്കുന്ന സമയത്ത് നിങ്ങൾ റോയൽ എൻഫീൽഡ് ഒരു വണ്ടിയിലും കണ്ട് കാണത്തില്ല ഇങ്ങനത്തെ ഒരു ക്ലസ്റ്റർ. അതായത് നമുക്ക് 2 ക്ലസ്റ്റർ വരുന്നുണ്ട്, ഒരു ചെറിയൊരു ഡിസ്പ്ലേയും വരുന്നുണ്ട്. അതേപോലെ നമുക്ക് ഒരു അനലോഗും ഡിജിറ്റലും ആയിട്ടുള്ള ചെറിയൊരു ക്ലസ്റ്ററും ഈ ഇപ്പുറ സൈഡിലായിട്ട് വരുന്നുണ്ട്. ഇങ്ങനത്തെ അത്യാവശ്യം ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട്. നമ്മുടെ ഫ്യൂൽ ഗേജ്, പിന്നെ ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ, പിന്നെ ബാറ്ററി, ABS സകല കാര്യങ്ങളകത്ത് വരുന്നുണ്ട്. പിന്നെ നോക്കുവാണെങ്കിൽ ഇതിനകത്താണ് നമ്മുടെ ചെറിയൊരു നാവിഗേഷനായിട്ടൊക്കെ ഉപയോഗിക്കുന്നത്. ഫോണായി കണക്ട് ചെയ്ത് നമുക്ക് ടേൺ ബൈ ടേൺ നാവിഗേഷൻ്റെ സിഗ്നൽ ഇതിനകത്ത് നമുക്ക് കിട്ടും. ഇത് അത്യാവശ്യം കളർഫുൾ ആയിട്ടുള്ള മീറ്ററാണ്. നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇനി നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യാനായിട്ട് നമുക്ക് ആദ്യം ചെയ്യേണ്ടത് ഇതിങ്ങനെ ഒന്ന് സൈഡിലോട്ട് ആക്കണം. അപ്പോൾ വണ്ടിയുടെ എഞ്ചിൻ ഓണായി. ഇനി നമുക്ക് സെൽഫ് ആക്കാനായിട്ട് ഒന്ന് പുഷ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി.
അപ്പോൾ ഫയർബോളിൻ്റെ വിശേഷങ്ങൾ അത്രയേ ഉള്ളൂ. ഇനി നമുക്ക് സ്റ്റെല്ലാറിലോട്ട് വരാം. അതായത് സ്റ്റെല്ലാർ എന്ന് പറയുന്നത് നമ്മുടെ ഫയർബോളിൻ്റെ തൊട്ട് മുകളിലത്തെ വെർഷനാണ്. അതിലോട്ട് വരുന്ന സമയത്ത് നമുക്ക് കൂടുതലും ക്രോം ഫിനിഷാണ് ഇതിനകത്ത് വന്നിട്ടുള്ളത്. അതേപോലെ നിങ്ങൾക്ക് നേരത്തെ കാണിച്ചിടാൻ മറന്നുപോയ കാര്യമാണ്, നമുക്ക് വണ്ടിയിൽ ഒരു DRL ഉണ്ട്. ആ DRL നമുക്ക് വണ്ടി ഓൺ ചെയ്യുന്ന സമയത്ത് ഇതാ ഒരു ഏകദേശം ഫുൾ റിങ് തന്നെയാണ്. പിന്നെ താഴെ മാത്രം ചെറുതായിട്ടൊരു പോർഷൻ അവർ വിട്ടിട്ടുണ്ട്. ഫുള്ളായിട്ട് വിടുന്നതിനെ കുറച്ച് ഭംഗിയായിരുന്നു കാണാനായിട്ട്. പിന്നെ വീൽ സൈസും ഡിസ്ക് സൈസും എല്ലാം പഴയ പോലെ തന്നെയാണ്, നമ്മൾ ഫയർബോളിൽ കണ്ട പോലെ തന്നെയാണ്. ഇവിടെ ചെറിയൊരു ലൈറ്റിൻ്റെ ഇഷ്യൂ ഉണ്ട്. കാരണം എന്ന് വെച്ചാൽ ഷോറൂമിൻ്റെ അകത്ത് ലൈറ്റ് കുറവാണ്. അവർ ഫുള്ള് വാം ലൈറ്റാണ് ഇതിനകത്ത് ഇട്ടിട്ടുള്ളത്. അതുകൊണ്ട് ലൈറ്റിന് ചെറിയ ഇഷ്യൂ ഉണ്ട്. പിന്നെ നമുക്ക് ഭയങ്കരമായിട്ട് നോട്ടീസ് ചെയ്യുന്ന വ്യത്യാസങ്ങളെന്ന് വെച്ചാൽ ഈ വണ്ടി ഫുൾ ഒരു ക്രോമി ഫിനിഷാണ്. ഈ വണ്ടിയും സൂപ്പർനോവ മോഡലും രണ്ടും ഏറെക്കുറെ നല്ല ഒരു ക്രോമി ഫിനിഷിലാണ് വണ്ടി വന്നിട്ടുള്ളത്. മറ്റേ ഇതിൻ്റെ ഏറ്റവും ബേസ് വേരിയൻറ്റിലാണ് കൂടുതലും മാറ്റ് ബ്ലാക്ക് ഫിനിഷ് വരുന്നത്. പിന്നെ നമ്മൾ നോക്കുവാണെങ്കിൽ വണ്ടിയുടെ ഒരു ബാഡ്ജിങ് വരുന്നത് അത്യാവശ്യം നല്ലൊരു ക്രോമി ഫിനിഷോട് കൂടി നല്ല പ്രീമിയം ലുക്കിലാണ് വണ്ടിയുടെ ബാഡ്ജിങ് വരുന്നത്. പിന്നെ അതിൻ്റെ താഴോട്ട് വരുന്ന സമയത്ത് നമുക്ക് ആ ഹെഡിൻ്റെ അവിടെ ഒരു ക്രോമിയം ടച്ച് കാണാൻ പറ്റും. പിന്നെ നമ്മൾ നേരത്തെ മറ്റേ വണ്ടിയിൽ കണ്ട കാര്യമാണ്, നമുക്ക് ഹെഡിൻ്റെ ഇപ്പുറത്തെ സൈഡിലത്തെ ഭാഗം നമുക്കൊരു ബ്ലാക്ക് ഫിനിഷാണ്, മാറ്റ് ബ്ലാക്ക് ഫിനിഷായിരുന്നു. പിന്നെ നമ്മൾ ഈ സൈഡിൽ ഈ വണ്ടിയിൽ വന്ന സമയത്ത് നമുക്കൊരു ക്രോമിയം ടച്ചോട് കൂടിയാണ് അവരവിടെ ഫിനിഷ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മുടെ എഞ്ചിൻ സൈഡൊക്കെ ഫുള്ള് മാറ്റ് ബ്ലാക്ക് ഫിനിഷാണ് കേട്ടോ. അത് ഈ രണ്ട് വണ്ടിയിൽ ഏറെക്കുറെ സെയിം തന്നെയാണ്. പിന്നെ സസ്പെൻഷനും ബാക്ക് ഡീറ്റെയിൽസ് എല്ലാം പഴയ തന്നെയാണ്. പിന്നെ വണ്ടിയിൽ അഡീഷണൽ വന്നിരിക്കുന്ന കാര്യമാണ്, വണ്ടിയിൽ ബാക്ക് റെസ്റ്റ് ഉണ്ട്, പില്ലിയം ബാക്ക് റെസ്റ്റ് വണ്ടിയിൽ വന്നിട്ടുണ്ട്. പിന്നെ ബാക്ക് റെസ്റ്റിൻ്റെ പുറകിലായിട്ട് നമുക്ക് റോയൽ എൻഫീൽഡ് എന്ന ബാഡ്ജിങ് കാണാൻ പറ്റും. അതും ചെറിയൊരു ക്രോമിയം ടച്ച് കൊടുത്തിട്ടുണ്ട് അവർ. പിന്നെ ഇതിൻ്റെ അകത്ത് പറയാനായിട്ട് കാര്യമായിട്ടുള്ള മാറ്റങ്ങളൊന്നുമില്ല. എല്ലാം നമ്മൾ നേരത്തെ വണ്ടിയിൽ കണ്ട മാറ്റങ്ങൾ തന്നെയാണ് ഈ വണ്ടിയിൽ ഉള്ളത്. വേറെ പ്രത്യേകിച്ചായിട്ട് പറയാനായിട്ടൊന്നുമില്ല. ഇതിനകത്ത് കുറച്ച് ക്രോമി ഫിനിഷ് കൂടുതലാണ്, അത്രയും ഇതിനകത്ത് ഇനി പറയാനുള്ളൂ. പിന്നെ ഈ പില്ലിയം ബാക്ക് റെസ്റ്റ് നല്ല ക്വാളിറ്റി ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല അത്യാവശ്യം നല്ല കംഫർട്ടായിരിക്കാൻ പറ്റിയ പില്ലിയം ബാക്ക് റെസ്റ്റാണ് വണ്ടിയിൽ വന്നിട്ടുള്ളത്. അതുകൊണ്ട് ഇതാണ് നമ്മുടെ റോയൽ എൻഫീൽഡിൻ്റെ ഒരു ബാഡ്ജിങ് വരുന്നത് ഇതിനകത്ത്. പിന്നെ നമ്മൾ നോക്കുവാണെങ്കിൽ വണ്ടിയുടെ സൈലൻസർ ക്രോമി ഫിനിഷാക്കി മാറ്റിയിട്ടുണ്ട്. നമ്മൾ നേരത്തെ കണ്ട വണ്ടിയിൽ ക്രോമി ഫിനിഷ് അല്ലായിരുന്നു, അത് മാറ്റ് ബ്ലാക്ക് ഫിനിഷ് ആയിരുന്നു. വണ്ടി ഫയർ ബോളിൽ വന്ന സൈലൻസർ മാറ്റ് ബ്ലാക്ക് ഫിനിഷ് ആയിരുന്നു. ഈ വണ്ടി വന്നപ്പോൾ അത് ക്രോമി ആയിട്ട് മാറിയിട്ടുണ്ട്. ഇപ്പോൾ പിന്നെ ഇങ്ങനത്തെ കുറച്ച് മാറ്റങ്ങൾ വണ്ടി തമ്മിൽ വ്യത്യാസമുള്ളൂ കേട്ടോ. പിന്നെ നമ്മൾ സീറ്റ് നോക്കുവാണെങ്കിൽ നേരത്തെ കണ്ട പോലെ തന്നെ സ്പ്ലിറ്റ് സീറ്റാണ് വണ്ടി വന്നിട്ടുള്ളത്. പിന്നെ നമ്മുടെ ടാങ്കിൻ്റെ ഭാഗത്ത് നമുക്ക് ചെറിയൊരു ക്രോമി ഫിനിഷ് കാണാം. പിന്നെ സ്വിച്ചസ് ഒക്കെ പഴയ തന്നെയാണ്, വേറെ മാറ്റങ്ങളൊന്നുമില്ല. പിന്നെ നേരത്തെ പറയാൻ വിട്ടുപോയതാണ്, ഈ എല്ലാ വണ്ടിയിലും നമുക്ക് സ്റ്റാൻഡേർഡായിട്ട് തന്നെ നമുക്കൊരു ഹസാർഡ് ലൈറ്റിൻ്റെ ഒരു സ്വിച്ച് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സ്റ്റാൻഡേർഡായിട്ട്. എല്ലാം ഈ 3 വണ്ടികൾക്കും ഒരു ഹസാർഡ് ലൈറ്റിൻ്റെ സ്വിച്ച് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്കിപ്പോൾ സൈഡിൽ ഇൻഡിക്കേറ്റർ ഹോണും മാത്രമേ നമുക്ക് വേറെ പ്രത്യേകിച്ച് സ്വിച്ചൊന്നുമില്ല. പിന്നെ ഈ വണ്ടിക്ക് പല പല കളർ അവൈലബിൾ ആണ്, കുറച്ച് കളർ അവൈലബിൾ ആണ്. ഏതായത് കളറാണെന്ന് ഞാൻ കൃത്യമായിട്ട് ഓർക്കുന്നില്ല. കുറച്ച് കളർ അവൈലബിൾ ആണ്, 2-3 വേരിയൻസ് ഉണ്ട്. അത് കളർ മാറുന്നതനുസരിച്ച് നമുക്ക് പ്രൈസ് റേഞ്ച് ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരുന്നതാണ്. പിന്നെ നമ്മുടെ ടാങ്കിൻ്റെ ലിഡ് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ. ഒരു ക്രോമി ഫിനിഷോട് കൂടി ലിഡാണ് വണ്ടിയിൽ വന്നിട്ടുള്ളത്. അതിങ്ങനെ തുറന്നതിന് ശേഷം നമുക്ക് ചാവിയിട്ട് തുറക്കാനും അങ്ങനത്തെ ലോക്കാണ്, ഈ സെറ്റപ്പാണ് ഈ വണ്ടിയിൽ വന്നിട്ടുള്ളത്. ഇനിയിപ്പോൾ നമുക്ക് ഈ വണ്ടിയുടെ എക്സോസ്റ്റും കൂടെ ചെറുതായിട്ടൊന്ന് കേട്ട് നോക്കാം. അപ്പോൾ വണ്ടിയുടെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. പിന്നെ നമ്മുടെ എൻഫീൽഡിൻ്റെ ഷോറൂമിൽ അവൈലബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ഇതൊക്കെ. ഇത് നമ്മുടെ ഗ്ലൗസ്, ടീഷർട്ട്സ്, പിന്നെ നമുക്ക് എൻഫീൽഡിൻ്റെ കീ ചെയിൻസ്, ഇതൊക്കെ നമുക്ക് അവിടെ അവൈലബിൾ ആണ്. ഇതുപോലത്തെ ചെറിയ ചെറിയ കീ ചെയിൻസൊക്കെ രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. പിന്നെ നമുക്ക് മഗ്സ്, ഗ്ലാസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ടീഷർട്ട്സൊക്കെ നല്ല രസമാണ് കാണാനായിട്ട്. റോയൽ എൻഫീൽഡിൻ്റെ കുറച്ച് കോട്ട്സും കാര്യങ്ങളൊക്കെ ടീഷർട്ട്സാണ് അവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. ഇനി അവിടെ നമുക്ക് പഴയ വിൻറ്റേജ് ഫോട്ടോസ് കാണാൻ പറ്റും. എൻഫീൽഡിൻ്റെ പഴയ ബൈക്സിൻ്റെ കാര്യത്തിൻ്റെയൊക്കെ ഫോട്ടോസ് അവിടെ നമുക്ക് അവർ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ വണ്ടിയെക്കുറിച്ച് അറിയാനായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ നമ്പർ കൊടുക്കുന്നുണ്ട്, ഈ ഷോറൂമിലെ ആളുടെ നമ്പർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിനകത്ത് കോൺടാക്ട് ചെയ്ത് ഡീറ്റെയിൽസും അതിൻ്റെ എക്സ്-ഷോറൂം പ്രൈസും കാര്യങ്ങളും നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനി ഇതുപോലത്തെ പുതിയ പുതിയ വീഡിയോസ് വരുന്നതായിരിക്കും. അതുവരെയും എല്ലാവർക്കും ഗുഡ് ബൈ.